പ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. സമയത്തെ ചിന്തയ്ക്കായി ദൈവത്തിന്റെ തിരുവചനത്തിൽ നമുക്ക് ധ്യാനിക്കുക. അതിന് ആധാരമായി യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 9:31. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ തിരുവചനത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ തിരുവചനം, ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിപ്പാനുള്ള ദൈവകൃപ ഇന്ന് രാത്രി അടിയന്റെ മേൽ പകരേണ്ടതിനായി ദൈവജനം പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഈ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയോടെ ദൈവസ്ഥയിലിരിക്കണം. ദൈവമേ, ഈ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ. ദൈവമേ, അങ്ങയുടെ വചനത്തിലൂടെ എന്നോട് ഇടപെടണമേ. ഈ വചനമായി എന്നെ വിടുവിക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസ്ഥയിൽ ആയിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ നടന്ന കാര്യങ്ങൾ, സംഭവങ്ങൾ, അത്ഭുത പ്രവർത്തികളെല്ലാം വളരെ വിശദമായി വർണ്ണിക്കുന്ന ഒരു കാര്യമാണ്. യേശു ക്രിസ്തുവിന്റെ വാമൊഴിയാൽ അരുളി ചെയ്ത ദൈവത്തിന്റെ വചനം, ജനം അനുസരിക്കേണ്ട ദൈവത്തിന്റെ വചനം യോഹന്നാൻ വ്യക്തമായി അത് നമ്മെ അറിയിക്കുന്നുണ്ട്. ആത്മാവിൽ ദൈവത്തിന്റെ വചനം എഴുതുവാൻ യോഹന്നാന്റെ ജീവിതത്തിൽ ഇടയായി തീർന്നു. ശിഷ്യന്മാരിൽ ഏറ്റവും യേശു ക്രിസ്തുവിന് ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരായിരുന്നില്ല ഒരാളായിരുന്നു യോഹന്നാൻ. മറ്റു ശിഷ്യന്മാരെ എല്ലാവർക്കും യേശു ക്രിസ്തുവിന് ഇഷ്ടമായിരുന്നു. എന്നാൽ തന്റെ ശിഷ്യന്മാരിൽ പ്രധാനികളിൽ 3 പേരിൽ ഒരാളായിരുന്നു യോഹന്നാൻ. സ്തോത്രം. യോഹന്നാൻ ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു. യോഹന്നാൻ സുവിശേഷം അപ്പോസ്തല പ്രവർത്തികളിലും യോഹന്നാനെ കുറിച്ച് കാണുവാനിടയായി തീരുന്നു. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാനും വെളിപ്പാടും യോഹന്നാൻ എഴുതുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി അപ്പോൾ ദൈവസനിലായിരുന്ന ദൈവത്തിന്റെ ഭാവദാസന് ദൈവം ശക്തമായി എടുത്ത് ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ഈ വചനം കേട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതലിനെ ദൈവം അനുഗ്രഹിക്കുക തന്നെ. സ്തോത്രം. ഇവിടെ ഇതിന്റെ പശ്ചാത്തലം ഒരു കുരുടനെ കർത്താവ് സൗഖ്യമാക്കി. ആ കുരുടന്റെ കണ്ണിൽ ചേറ് പുരട്ടി സ്തോത്രം അതുകൊണ്ട് കഴുകി കഴുകി കഴിഞ്ഞപ്പോൾ അന്ധനായിരുന്ന കുരുടൻ കാഴ്ച പ്രാപിക്കുന്നവനായി മാറി. സ്തോത്രം. ഇത് ഈ വിവരം പരീക്ഷന്മാർക്ക് പിടിച്ചില്ല. കാരണം ശബത്തുനാളിലാണ് ഇത് സംഭവിച്ചത്. ശബത്തുനാളിൽ ഇത് സംഭവിച്ചത് കൊണ്ട് ശബത്തിൽ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയം അവർ അതെടുത്തുകൊണ്ട് ഈ കുരുടന്റെ മേൽ കുരുടനായിരുന്ന വ്യക്തി ഈ കാഴ്ച പ്രാപിച്ച വ്യക്തിയുടെ അടുക്കൽ വന്നു നിന്നുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുവാനും സ്തോത്രം ഇടയായി തീർന്നു എന്നുള്ള ഒരു സാഹചര്യം ആ അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ആ കുരുടൻ സ്തോത്രം വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ വായിൽ നിന്ന് വന്ന ഒരു കാര്യമാണ് ഇന്ന് രാത്രി അവിടെ വായിച്ചത്. പരീക്ഷന്മാർ ആരോട് വാദിക്കുവാൻ തുടങ്ങി? കാഴ്ച പ്രാപിച്ച നേരത്തെ കുരുടനായിരുന്ന വ്യക്തി യേശു ക്രിസ്തുവിന്റെ അത്ഭുത പ്രവർത്തികളാൽ യേശു ക്രിസ്തുവിന്റെ കരം ആ കുരുടന്റെ കണ്ണിന്റെ മേൽ തൊട്ട് കഴിഞ്ഞപ്പോൾ ആ കുരുടൻ അന്ധത മാറി, അവൻ കാഴ്ചയുള്ളവനായി മാറി. ഇന്ന് രാത്രി സ്തോത്രം അവനെതിരായി പരീക്ഷന്മാർ എഴുന്നേൽക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി പറയട്ടെ, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം നമ്മോട് ഇടപെട്ടപ്പോൾ നമ്മൾ അന്ധകാരത്തിൽ കിടന്ന നമ്മളെ, ഇരുട്ടിൽ കിടന്നവ നമ്മളെ കാഴ്ചയുണ്ടെങ്കിലും കാഴ്ചയില്ലാത്തവരായി അഗ്നിയെ കാഴ്ച നഷ്ടപ്പെട്ടവരായി നമുക്ക് ആ അന്ധത മാറ്റുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിന്റെ പൈതലായി മാറ്റിയപ്പോ ഒരുപാട് ചോദ്യചിഹ്നങ്ങളുമായി ലോകത്തിൽ അനേകർ എഴുന്നേറ്റ് സ്തോത്രം അത് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ദൈവവൈതലേ നമ്മുടെ അന്ധതയെ മാറ്റുവാൻ കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. അത് പുറമേയുള്ള അന്ധതയുണ്ട്, ഹൃദയത്തിന്റെ കണ്ണിന്റെ അന്ധതയുണ്ട്. പലരും ഹൃദയമെന്ന കണ്ണ് അന്ധതയിൽ കിടക്കുക, പലരും ഇന്ന് കുരുട ആയി കിടക്കുക. പലരും ഇന്ന് കുരുടനായി കിടക്കുമ്പോ ഒരു സമയം കുരുടനായി കിടന്ന നമ്മുടെ അകത്തെ കണ്ണ് തുറന്നതാരാ? നമ്മുടെ കർത്താവായ യേശുവോ. യേശുവിന്റെ വചനം എന്റെ അകത്തെ കണ്ണ് അടഞ്ഞു കിടന്നതായിരുന്നു. ആ കണ്ണ് തുറക്കാനിടയായത് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ ചലിച്ചത് കൊണ്ട് ആ കണ്ണ് തുറന്നു.
ആ കണ്ണു തുറന്നപ്പോ ഞാൻ പലർക്കും ഒരു ചോദ്യചിഹ്നമായി, പലരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി മാറി. എന്നാൽ ആ ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ ഉത്തരം കൊടുക്കുക ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൻ നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചില്ലേ? ഇന്നും ആ ബുദ്ധിമണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. സ്വതന്ത്രം. ഇവിടെ കുരുടൻ പറയുകയാണ്, കുരുടനല്ല, കാഴ്ച പ്രാപിച്ച വ്യക്തി, നേരത്തെ കുരുടനായി വിടുതൽ പ്രാപിച്ച വ്യക്തി പറയുക, ആമേൻ സ്തോത്രം, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന്. ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നില്ലേ? ആരോടാ പറയുന്നത്? പുറമെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, പുറമെ കാഴ്ചയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, പുറമെ കാഴ്ചയുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം നേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്നവരോട് കാഴ്ചയില്ലാത്തവൻ കാഴ്ച പ്രാപിച്ചു കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ ആത്മാവ് അവനിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ ആത്മാവ് അവനിലൂടെ സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി നമ്മെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. കാഴ്ചയില്ലാതിരുന്ന നമ്മൾ, അന്ധതയിൽ കിടന്ന നമ്മളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം, ആ ദൈവത്തിന് വേണ്ടി എന്റെ നാവുകൾ ചലിക്കണം. ആ ദൈവത്തിന് വേണ്ടി നമ്മുടെ നാവുകൾ ചലിക്കാനിടയാക്കണം. പരീക്ഷന്മാരുടെ ചോദ്യത്തിന്റെ മുൻപിൽ ഉത്തരം പറയാൻ കഴിയാതെ ഉത്തരം മുട്ടി നിൽക്കേണ്ട അവസ്ഥ ഇവിടെ വിടുതൽ പ്രാപിച്ച വ്യക്തിക്കുണ്ടായില്ല. സ്തോത്രം. വിടുതൽ പ്രാപിച്ച വ്യക്തി പറയുക, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നു. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. സ്തോത്രം. ആരാ പറയുന്നത്? വിടുതൽ കിട്ടിയ വ്യക്തി. ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ച ദൈവമേ, നമുക്ക് പറയാൻ കഴിയുമോ? അവയെ പാപത്തിൽ കിടന്ന സമയം നാം പ്രാർത്ഥിച്ചപ്പോ നമ്മുടെ പ്രാർത്ഥന കേട്ടോ? കേട്ടില്ല. ദൈവത്തിന് കേൾക്കാൻ കഴിയത്തില്ല. കാരണം പാപനിമിത്തം ദൈവവുമായി ഒരു ബന്ധവുമില്ലാത്തില്ല. ഒരു ബന്ധവും പാപവും, ആ പാപം സംബന്ധിച്ച് ഒരു ബന്ധവും നമുക്കില്ല. ബന്ധമില്ലാത്ത നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം എങ്ങനെ പ്രാർത്ഥന കേൾക്കും? ആമേൻ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഈ മനുഷ്യൻ കുരുടനായിരുന്നപ്പോ കണ്ണു കാണാൻ കഴിയാതെ, ആമേൻ തനിക്ക് ലോകം എന്തെന്നറിയാതെ, ലോകത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയെന്നറിയാതെ ഒരന്തനായി കിടന്നപ്പോ തന്റെ കണ്ണിന്റെ മേൽ അവൻ കർത്താവിന്റെ കരം തൊട്ടപ്പോ അവൻ കാഴ്ചയുള്ളവനായി മാറിയപ്പോ അവന്റെ ബുദ്ധിമണ്ഡലങ്ങളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. വ്യക്തമായ ബോധ്യം അവനുണ്ടായി. അവൻ കുരുടായിരുന്ന സമയത്ത് എന്നെ കേൾക്കാൻ ആരുമില്ലായിരുന്നു, എന്നെ കാണാൻ ആരുമില്ലായിരുന്നു. എന്നാ എന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചപ്പോ എന്നെ കേൾക്കാൻ എന്റെ ദൈവം ഉണ്ടായിരുന്നു. എന്നെ അറിയാം ഒരു ദൈവം ഉണ്ടെന്ന് അവന് വ്യക്തമായ അറിവ് തന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കി. പരീക്ഷന്മാരോട് പറയും, സ്തോത്രം. എന്താ പറയും? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും. അപ്പൊ കർത്താവ് പ്രാർത്ഥന കേൾക്കണം. ദൈവമക്കളെ എല്ലാവരുടെയും വിഷയം എന്തോ? ലോകത്തിലുള്ള സകല മനുഷ്യന്റെ വിഷയം എന്തോ? പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആമേൻ. എല്ലാ വിശ്വാസങ്ങളിലും ഇരുന്നുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. സ്തോത്രം. പക്ഷേ പ്രാർത്ഥന ആര് കേൾക്കണം? ദൈവം കേൾക്കണം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത്, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിന്റെ വചനം അനുസരിച്ച്, ദൈവ ഇഷ്ടം ചെയ്ത ദൈവസ്ഥാനം നിൽക്കുന്നവന്റെ പ്രാർത്ഥനയ ദൈവം കേൾക്കും. സന്തോഷമുണ്ട്. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ, സ്നാനപ്പെട്ട ദൈവത്തിൽ നീ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തു, ദൈവത്തിന്റെ വചനം അനുസരിച്ചു, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചു. അവയെ സ്വന്തം നീ പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നീ പാപത്തിന്റെ പിടിയിൽ കടന്നപ്പോ, പാപത്തിന്റെ കുഴിയിൽ കടന്നപ്പോ നീ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു വിടുതലും ഇല്ലായിരുന്നു. എന്താ കാരണം? കേൾക്കേണ്ടവരല്ല നിന്റെ പ്രാർത്ഥന കേട്ടത്. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥനയോടെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സദൃശവാക്യം അതുകൊണ്ടാണ് പറയുന്നത്. 15-ാം അധ്യായം Proverbs chapter 15 verse 29. നീതിമാന്മാരുടെ പ്രാർത്ഥനയും അവൻ കേൾക്കുന്നു. കേട്ടോ?
ജ്ഞാനിയായ ശലോമോൻ ദൈവിക ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഭക്തന്മാരോട്, ദൈവത്തിന്റെ ജനത്തോടും ദേശത്തോടുമായി അറിയിക്കുന്ന ദൈവത്തിന്റെ വചനം എന്താ? യഹോവ ആരോട് അറിഞ്ഞിരിക്കുന്നു? അവൻ എന്തുകൊണ്ട് പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് അവൻ പറയാനുള്ള കാരണം, ദൈവവചനം പറയുവാനുള്ള കാരണം മനസ്സിലായോ? അവൻ അകന്നിരിക്കുക. ആരോട് അകന്നിരിക്കുന്നു? ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു. പാപം ചെയ്യുന്നവൻ ദുഷ്ടന്റെ പിടിയില, ദുഷ്ടന്റെ കയ്യില. ഇന്ന് രാത്രി ദൈവവചനം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുക. പാപം ചെയ്യുന്നവൻ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോ അവൻ ദുഷ്ടനോട് ദൈവം അകന്നിരിക്കുകയാണെങ്കിൽ, പാപത്തിന്റെ പിടിയിൽ കിടക്കുന്നവൻ അവൻ ദൈവം അകന്നിരിക്കുക. അവന്റെ പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. അകന്നിരിക്കുന്ന അവൻ ദുഷ്ടനെ, അകന്ന പാപത്തിന്റെ പിടിയിൽ കിടന്ന് അകന്ന് കിടന്നവനെ അടുപ്പിക്കാനാ ദൈവം തന്റെ പുത്രനെ കാൽവരി ക്രൂശിൽ യാഗമാക്കിയ സത്യം ഇന്ന് രാത്രി ലോകം മുഴുവൻ അവൻ ഘോഷിച്ചു അവൻ പോകുമ്പോ ഇന്ന് രാത്രി ആ രക്ഷ നമ്മെ രക്ഷിച്ചു. ആ രക്ഷ ദൈവത്തോട് അടുപ്പിക്കും. ഒരു ബന്ധവുമില്ല. ദുഷ്ടന്റെ പിടിയിൽ കിടന്നതുകൊണ്ട് ദൈവത്തോട് അകന്നിരിക്കുക. സ്വതന്ത്രം ദൈവത്തോട് അടുത്തിരുന്നാലേ ദൈവം പ്രാർത്ഥന കേൾക്കും. അകത്തിരുന്ന ദൈവം കേൾക്കുമോ? കേൾക്കത്തില്ല ദൈവം. അതുകൊണ്ട് വചനം വ്യക്തമായി പറയും, യഹോവ ദുഷ്ടന്മാരോട് നീതിമാന്മാരുടെ പ്രാർത്ഥനയോ, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ, നീതിമാൻ ഒരുത്തൻ പോലുമില്ല. നീതീകരിക്കപ്പെട്ടവൻ ഒരുവനുണ്ട്, നമുക്ക് വേണ്ടി കാൽവരി കുളത്തിൽ അവൻ തന്റെ പുത്രൻ അവൻ നീതീകരിക്കപ്പെടുവാൻ നമുക്ക് വേണ്ടി നീതീകരിക്കപ്പെടും. ആ ക്രിസ്തുവിനോട് ആ നീതീകരണം പ്രാപിപ്പാൻ എന്റെ ജീവിതത്തിനിടയായെങ്കിൽ, ആ നീതീകരണം പ്രാപിച്ച ദൈവമേ അവൻ ദൈവസനെ പ്രാർത്ഥിക്കുമ്പോ ആ ദൈവം കേൾക്കും. എന്താ? നീതിമാൻ ആരോടുള്ള ബന്ധത്തിലാ? ദൈവത്തോടുള്ള ബന്ധത്തിലാ. നീതിമാൻ ദൈവത്തോടുള്ള ബന്ധത്തിലാ പോകുന്നത്. ആ നീതിമാന്റെ നിലവിളി ആര് കേൾക്കും? ദൈവം കേൾക്കും. ആ പിതാവ് കേൾക്കും. അവൻ നീതിമാനായ ദൈവം ആരുടെ നിലവിളിയാ കേൾക്കുന്നത്? നീതിമാന്മാരുടെ നിലവിളിയാ കേൾക്കുന്നത്. ഇന്ന് രാത്രി നീതിയോടെ ദൈവസനെ നിൽക്കണം. നീതിയോടെ ദൈവസനെ മുൻപോട്ട് പോകണം. അവൻ നീതിയോടെ ദൈവത്തെ ആരാധിക്കണം. ദൈവസനെ പ്രാർത്ഥിക്കുന്ന ദൈവത്തില് അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നാകുന്നു. അവൻ സ്വത്ര അവൻ ആരെ ദൈവം അവൻ മുദ്രയിട്ടപ്പെട്ടിരിക്കുന്ന കാര്യം അനീതി വിട്ടകലട്ട. ഈ നാളുകളിൽ എന്നെ കേൾക്കുന്ന ബന്ധുക്കോസ്വാര്, എന്നെ കേൾക്കുന്ന രക്ഷിക്കപ്പെട്ടവര്, സ്ഥാനപ്പെട്ടവര്, അവൻ ഒന്നിന്റെ പുറകെ പോയില്ലെങ്കിലും, ഒന്നും നിന്നെ തേടി വന്നില്ലെങ്കിലും, ഒറ്റ കാര്യം ഓർക്ക, നീതിയോടെ അവൻ ദൈവസനെ നിൽക്കാനിടയായ നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നീ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, എവിടെ ഇരുന്ന് നിലവിളിക്കുന്നു, അവിടെ ഇരുന്നു കൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോ നിന്റെ നിലവിളി കേട്ട നിന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം യഹോവ ഇന്ന് രാത്രിയുണ്ട്. ആ ദൈവമാ നമ്മോട് ഇടപെടുന്നത്. ആ കർത്താവ് നമ്മോട് സംസാരിക്കും. നീതിമാന്റെ പ്രാർത്ഥന ദൈവം നീതിയോടെ പ്രാർത്ഥിക്കണം. സഭ പ്രാർത്ഥിക്കണം. നീതിമാൻ ഒരുമിച്ച് കൂടുന്ന ദൈവസഭ, നീതീകരണം പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് കൂടി ദൈവസഭയിൽ നീതിയോടെ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ ആരാധിക്കണം. യേശുവിന്റെ നാമത്തിൽ നീതിയോടെ ദൈവസഭയിൽ കടന്നു വന്നു ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ദൈവത്തിന്റെ നീതി പ്രവൃത്തി വെളിപ്പെടും. ദൈവത്തിന്റെ നീതി പ്രവൃത്തി എന്താ? നീതിമാന്മാരുടെ ആരാധനയും പ്രസാദിക്കും. നീതിമാന്മാരുടെ നിലവിളി ദൈവം കേട്ട് അത്ഭുതം പ്രവർത്തിക്കും. അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരവ്. അതാ ദൈവത്തിന്റെ നീതി പ്രവൃത്തി. യെശയ്യാ 1:15 ഒന്ന് വായിക്കും. ഐശയ്യാ ചാപ്റ്റർ 1:1 അടച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴിമതി സോദോം അധിപതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഓരോ ജനമേ, നമ്മുടെ ദൈവത്തിന്റെ ന്യായപ്രമാണം ശ്രദ്ധിച്ച് നന്ദിയോടെ സ്തോത്രം കേൾപ്പീൻ. ശ്രദ്ധിച്ചുകൊള്ളി. ദൈവവചനം ശ്രദ്ധിച്ചു കൊള്ളേണ്ടതാ. ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ളതാ. ദൈവത്തിന്റെ വചനം ദൈവാത്മാവിൽ സംസാരിക്കുമ്പോ അത് കേട്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ ഇരിക്കണം. അതാണ് നീതിമാനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. പാവം പിടിച്ച ദൈവദാസന്മാർ ആത്മാവിൽ ശുശ്രൂഷിക്കുമ്പോ ആത്മീയമായി ഒരു ബന്ധവും ഇല്ലാത്തവൻ സഭയ്ക്കകത്തിരുന്നു കൊണ്ട്
ആമേ ദൈവദാസനും ആക്കിടുകയല്ലേ? അതല്ലേ ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ദൈവമേ ആമേ ദൈവസന്നി പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല? സ്വതന്ത്രം പലരെ ചോദ്യമല്ലേ, പലരെ ചോദ്യമല്ലേ? സന്തോഷമുണ്ടോ ദൈവം? പല സഭയ്ക്കകത്തും ദൈവമക്കൾ എന്ന് പറയപ്പെടുന്നവരുടെ ഇടയിൽ പലരുടെ ചോദ്യചിഹ്നം എന്തുവാ? പ്രാർത്ഥന കേൾക്കുന്നില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടവർ ദൈവത്തിന്റെ വചനം കേട്ട് അത് ശ്രദ്ധിച്ച് മാനസാന്തരപ്പെടണം. നീ മാനസാന്തരപ്പെടേണ്ടടുത്ത് നീ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടാതെ നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി. സ്തോത്രം. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് ദൈവം പറയും. ആരോട്? അനുസരണമില്ലാത്ത ജനത്തോട്, ദൈവവചനം കേൾക്കാൻ താല്പര്യമില്ലാത്തവരോട്, ദൈവവചനം ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്തവനോട്, ഉപദേശം പറഞ്ഞാൽ അത് കേൾക്കാൻ മനസ്സില്ലാത്തവനോട് ദൈവം പറയാ, നീ അവൻ കൈമലർത്തുമ്പോൾ. സ്വത്രം. ഞാൻ എന്റെ കണ്ണ് മറച്ചുകൾ. നിങ്ങളെ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞു. കേട്ടോ? രാത്രി ദൈവമക്കൾ എന്തോ നമ്മുടെ വിഷയം. പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവഭക്തന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതാണ് വിഷയം. സ്വത്രം. ദൈവം കേൾക്കത്തില്ല. ദൈവവചനം കേൾക്കേണ്ടവൻ ദൈവവചനം കേട്ട് ഉപദേശത്തിൽ നിന്നോണം. കേട്ടോ? ആമി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ ദൈവസഭയ്ക്കകത്തായിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നോണം. ദൈവവചനം വിട്ടുള്ള ഒരു കാര്യവും വേണ്ട. ദൈവസഭയ്ക്ക് വേണ്ടി ദൈവവചന പ്രകാരം എങ്ങനെ ഞാൻ നിൽക്കണം, ആ വ്യക്തമായ ബോധ്യത്തോടെ മുൻപോട്ട് പോകണം. ഇല്ല എങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ പാസ്റ്റർ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സ്വതന്ത്രം. ദൈവസേനയും കൈമലർത്തിട്ട് ഒരു കാര്യമില്ല. കാരണം ദൈവം കണ്ണു മറച്ചില്ല. ദൈവത്തിന് കാണാൻ പറ്റുന്നില്ല. കാരണം ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇന്ന് ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒത്തിരി എണ്ണം സഭയ്ക്കകത്തുണ്ട്. പലരും പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി പേരുണ്ടെന്നാ. സ്വതന്ത്രം. സഭയുടെ അഭിമാനം ഞങ്ങൾ 1000 പേരുണ്ട്, ഞങ്ങൾ 150 പേരുണ്ട്, ഞങ്ങൾ 500 പേരുണ്ട്. സ്വതന്ത്രം. ഇരിക്കുന്നവനൊക്കെ ദൈവവുമായി ഒരു ബന്ധമില്ലാത്തവനാണെങ്കിൽ എങ്ങനെ ദൈവം പ്രാർത്ഥന കേൾക്കും? ഇരിക്കുന്നത് 10 ഉള്ളെങ്കിലും 10 നീതിയോടെ ദൈവസഭയിൽ നിന്നാൽ ദൈവം പ്രാർത്ഥന കേട്ട ദൈവസഭയ്ക്കകത്ത് ജനത്തിന്റെ മേൽ ദൈവം വിടുതലായി. അതാണ് ഇന്ന് രാത്രി വചനം നമ്മോട് വ്യക്തമായി അറിയിക്കുന്നത്. ആകെ മുമ്പോട്ട് പോകാം. സദൃശവാക്യം 28:9 വായിച്ചു. സ്വതന്ത്രം. Proverbs chapter 28 verse 9. കേൾക്കാത്ത ചെവി, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. കേട്ടോ? ദൈവത്തിന്റെ വചനം കേൾക്കാതെ ചെവി തിരിച്ചു കളയുക. സ്വതന്ത്രം. അവന്റെ പ്രാർത്ഥന ആർക്ക് വെറുപ്പാ? ദൈവത്തിന് വെറുപ്പാ. ഇന്ന് രാത്രി സ്വതന്ത്രം. പുറമേ ഉള്ളവരോട് ആമയുണ്ട്, അകത്തുള്ളവരോട് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഇന്ന് രാത്രി വചനം എവിടെങ്കിലും കേൾക്കുന്നെങ്കിൽ പുറമേ ഉള്ളവർക്ക് എടുക്കാം, അകത്തുള്ളവർക്ക് എടുക്കാം. പുറമേ ഉള്ളവർ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്, പക്ഷേ ദൈവവചനം കേൾക്കാൻ താല്പര്യമില്ല, ദൈവവചനം അനുസരിക്കാൻ താല്പര്യമില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചതുണ്ട്, അത് മതിയെന്നും പറഞ്ഞുകൊണ്ട് അവൻ പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് സ്വതന്ത്രം സ്നാനത്തെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു. സ്വതന്ത്രം. ആമേൻ. അല്ലെങ്കിൽ വിശ്വാസ സ്നാനമല്ലേ ശരി? ആമേൻ. മുതിർന്നതിന് ശേഷം, എനിക്ക് അറിവായതിനു ശേഷം എന്നെ സ്നാനപ്പെടുത്തുന്നതല്ലേ ശരിയെന്ന് പറഞ്ഞപ്പോ ആ കൊച്ചിനെ ആമേൻ മറുപടി കൊടുത്തത് വചനവുമായി ഒരു ബന്ധവുമില്ല. വചനം വ്യക്തമായി
അവൻ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുമ്പോ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ആ വചനത്തെ കേൾക്കാൻ കഴിയാത്തവൻ, ആ വചനത്തെ ഏറ്റെടുത്ത് പറയേണ്ടവൻ പറയാതെ പ്രാർത്ഥിച്ച അവന്റെ പ്രാർത്ഥന ദൈവത്തിന് അറപ്പ. സന്തോഷമുണ്ടോ? പ്രാർത്ഥനയോടെ ഇരിക്കണേ. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക, വചനം പറയുന്നു വിശ്വാസ സ്നാനം, യേശു ക്രിസ്തുവിനോട് ചേരാനുള്ള സ്നാനം. അത് അറിവായതിനു ശേഷമാ ആമേ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കേണ്ടത്. അല്ലാതെ ഒന്നും അറിയാത്ത ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ആമേ സ്നാനപ്പെടുത്താനോ മാമോദിസ മുക്കാനോ വചനം പറയുന്നില്ല. സ്തോത്രം. ഞാൻ ഈ വചനം പലപ്പോഴും വായിച്ചു. ഈ വചനത്തിലെങ്ങും ഒരു കുഞ്ഞിനെ മാമോദിസ മുക്കിയത് എങ്ങും കണ്ടിട്ടില്ല. തെളിയിക്കാൻ പറ്റുന്നവർ തെളിയിക്കട്ടെ. സ്തോത്രം. ഇങ്ങനെ വചനത്തെ ആരെ തിരിച്ചു കളയുന്നവൻ, ഇങ്ങനെ വചനത്തെ വളച്ചൊടിക്കുന്നവൻ, അവൻ പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന ദൈവത്തിന് അറപ്പ. പിന്നെ അവന്റെ അടുക്ക പ്രാർത്ഥന ചോദിച്ചാൽ എങ്ങനെ മറുപടി കിട്ടും? പ്രാർത്ഥനയോടെ ഇരിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുക, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുക. ദൈവഭക്തനായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യും. മീഖാ 3:4 നമുക്ക് പോകാനുള്ള മീഖായുടെ പ്രവചനം 3-ാം അധ്യായം 4-ാം വാക്യം വായിച്ചു. യഹോവയോട് നിലവിളിക്കും, എന്നാൽ അവൻ അവർക്ക് ഉത്തരമരുളുകയില്ല. അവർ ദുഷ്പ്രവർത്തികളെ ചെയ്തതൊത്തവണ്ണം അവൻ ആ കാലത്ത് തന്റെ മുഖം അവർക്ക് മറയ്ക്കും. കേട്ടോ? സ്തോത്രം. ദൈവത്തിന്റെ മുഖം മറയ്ക്കാൻ കാരണം എന്തോ? പാപം ചെയ്ത് പാപത്തിന് മോചനം കിട്ടാതെ ഒരു വ്യക്തി ദൈവത്തോട് അടുത്താൽ ദൈവത്തിന് അവനോട് അടുക്കാൻ കഴിയത്തില്ല. അതിനാ തന്റെ പുത്രനെ അവൻ ക്രൂസിൽ യാഗമാക്കിയത്. ആ പുത്രനോട് രക്ഷ പ്രാപിക്കണം. രക്ഷിക്കപ്പെട്ടവൻ ജ്ഞാനപ്പെടണം. ജ്ഞാനപ്പെട്ടവൻ അഭിഷേകം പ്രാപിക്കണം. അഭിഷേകത്തിനായി കാത്തിരിക്കണം. അഭിഷേകം പ്രാപിച്ചവൻ വിശുദ്ധിയിൽ വേർപാടും ജീവിക്കണം. ദൈവ വചനപ്രകാരം ജീവിക്കണം. സ്തോത്രം. അങ്ങനെ ജീവിക്കുന്നവനെ അവൻ കാണുന്ന ദൈവം, അല്ലാത്തവരെ കാണാൻ ദൈവത്തിന്. അത് പ്രവാചകൻ വ്യക്തമായി വിളിച്ചു പറയും. അന്ന് അവർ യഹോവയോട് നിലവിളിക്കും, എന്നാൽ അവൻ അവർക്ക് ഉത്തരം അരുളുകയില്ലെന്ന്. അവർ ദുഷ്പ്രവർത്തികളെ ചെയ്തതിനൊത്തവണ്ണം അവൻ അക്കാലത്ത് തന്നെ മുഖം ദുഷ്പ്രവർത്തി ചെയ്തോണ്ടിരിക്കുക. സഭായോഗം കഴിഞ്ഞിട്ട് അവൻ സഭയുടെ പുറത്തു നടക്കുന്നത് എന്താ? പാസ്റ്റർമാർ തെറി വിളിക്കുക, പരസ്യമായി തെറി വിളിക്കുക. എന്താ? ഇവന്റെ എല്ലാ മണ്ടയ്ക്ക് ദുഷ്ടനാ, ദുഷ്പ്രവർത്തി. കണ്ടില്ലേ കഴിഞ്ഞിടെ? സ്തോത്രം. കേരളത്തിലെ സ്വർഗം എന്നറിയപ്പെടുന്ന സ്ഥലം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചിലർ പറയുന്നത് അതാ സ്വർഗമെന്ന്. സ്തോത്രം. ഓരോരുത്തർക്ക് ഓരോ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ പോലെ പെന്തിക്കോസ്തുകാർക്ക് ഒരു സ്ഥലമുണ്ട്. ഇനി പേര് പറഞ്ഞാൽ പിന്നെ അതിന് വിമർശനം ഉണ്ടാവും. അതുകൊണ്ട് പറയുന്നില്ല. ആ ദൈവമക്കൾക്ക് മനസ്സിലായി കാണും. അവിടെ നടക്കുന്നത് എന്താ? ദുഷ്പ്രവൃത്തി. അങ്ങനെയുള്ളവരെ വിളിച്ച് തേരെ കയറ്റി പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? താടി നീട്ടി വളർത്തി വെള്ളമുണ്ടും ധരിച്ച് വെള്ള ചട്ടുവിട്ട് സ്റ്റേജിൽ കയറി പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കുമെന്ന് വിശ്വാസി നീ ധരിക്കരുത്. സ്തോത്രം. നീതിമാന്റെ പ്രാർത്ഥന അറിയുന്നത്. നീതിയോടെ നിന്ന ഭക്തന്മാർ ഒത്തിരി ഉണ്ട്. നീതിയോടെ നിലവിളിച്ച ഭക്തന്മാർ ഒത്തിരി ഉണ്ട്. അത് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവൻ നടന്ന് സുവിശേഷം പറഞ്ഞ നീതിമാന്മാരുണ്ട്. അവർ നടന്നു പോകുമ്പോ ദേശത്തിന്റെ നടുവ് വിടുതലുണ്ടായിരുന്നു. അവർ ഒരു ഭവനത്തിൽ കയറിയ ഒരു വിടുതലുണ്ട്. ഇന്ന് പാസ്റ്റർമാർ വീട്ടിൽ കയറിയ എന്താ വിടുതലില്ലാത്ത? ദുഷ്പ്രവൃത്തി ചെയ്തുകൊണ്ട് ദുഷ്ട കാര്യത്തിന് കൂട്ടുനിന്ന് പ്രാർത്ഥിച്ച എങ്ങനെ ദൈവം പ്രാർത്ഥന കേൾക്കും? സ്തോത്രം. ദൈവം ചെയ്യുന്നൊരു കാര്യം ഭാവികളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. സ്തോത്രം. സങ്കീർത്തനം 145:19. Psalms 145:19. വായിച്ചു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് ആരുടെ? ഭക്തന്മാരുടെ. ദൈവവൈദ്യരെ നീ എങ്ങോ
ആയില്ല, ഒന്നും ആയില്ല. ഒരധികാരവും നിനക്ക് കിട്ടിയില്ലെങ്കിലും, ഒരു സ്ഥാനവും ദൈവസന്നിധിയിൽ പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വേണ്ടാന്ന് ഒരു ഭക്തനാൽ എന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ യേശുവിന്റെ വരവരെ എനിക്ക് ജീവിക്കാൻ സാധിച്ചോ, അവന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ ആരുടെ നിലവിളി കേൾക്കും? ആരുടെ നിലവിളി കേൾക്കും? ഭക്തന്മാരുടെ. ആരായിട്ട് ജീവിക്കണം? ഭക്തനായി ജീവിക്കണം. അത് പാസ്റ്റർ ആണെങ്കിലും, സെൻട്രൽ പാസ്റ്റർ ആണെങ്കിലും, അങ്ങ് മേളിലിരിക്കുന്ന ആളാണെങ്കിലും, താഴെ ഇരിക്കുന്ന ആളാണെങ്കിലും, നീ ഭക്തിയോടെ ജീവിക്കണം. എന്നാൽ നിന്റെ ആഗ്രഹം സാധിക്കും. എന്നാൽ നിന്റെ നിലവിളി ദൈവം കേൾക്കും. ഇല്ലാതെ നീ ഏത് വലിയ പുള്ളിയാന്ന് പറഞ്ഞാലും നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. പ്രാർത്ഥിക്കുമ്പോ വിശ്വാസി കേൾക്കും, പിന്നെ പിശാച് കേൾക്കും. പിശാച് മാറിയിരുന്ന് വാദിക്കുകയും ചെയ്യും. സ്വോത്രം. ഉള്ള ഉടായ്പ് സകല തട്ടിപ്പും പരിപാടി കാണിച്ച് പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥന പിശാച് കേൾക്കും. സ്വോത്രം. സ്വോത്രം. മനസ്സിലായില്ലേ? ഇന്ന് രാത്രി ഭക്തന്റെ പ്രാർത്ഥന കേൾക്കും. ഭക്തന്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. ഭക്തന്റെ നിലവിളി കേൾക്കും. രക്ഷിക്കുന്ന ദൈവം. ഇന്ന് രാത്രി സന്തോഷമുണ്ടോ? സമയം മുമ്പോട്ട് പോവുക. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഇന്ന് രാത്രി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി വചനം കേട്ടിട്ട് എന്താണ് ഞാൻ തീരുമാനിക്കേണ്ടത്? ഒരു ഭക്തനെ പോലെ, ഒരു ഭക്തനെ പോലെ ദൈവത്തെ ഭയപ്പെട്ട, ദൈവവചനം അനുസരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ദൈവസേന മുൻപോട്ട് പോകാൻ എന്റെ ജീവിതത്തിനിടയായ എന്റെ നിലവിളിക്ക് ഞാനേ ഏൽപ്പിക്കണ്ട. ഇത് പ്രാർത്ഥന ഒട്ടേഷം കൊടുക്കുന്ന പോലെ ആശയ പ്രാർത്ഥിച്ചോണേ. നല്ല കാര്യമാണ്. എന്നെ തെറ്റു പറയുന്നില്ല. അവിടെ പാസ്റ്റർമാര്, ഭക്തിയുള്ള നീതിമാനമായ പാസ്റ്റർമാരുണ്ട്. അവര് തലേ കഴിച്ച് പ്രാർത്ഥിച്ചാൽ വിടുതല. അവര് പ്രാർത്ഥിച്ചാൽ വിടുതല. ചുമ്മാതെ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നവരെ പരിക്കാത്ത ഈ പ്രാർത്ഥന വെച്ചാൽ സ്വോത്രം ദൈവം പ്രാർത്ഥനയായിരുന്നു. ഈ പലരും കിടന്ന് വട്ടം കറങ്ങുന്നതിന്റെ കാരണം ദൈവം ഇന്ന് രാത്രി എന്നോടായി വചനം, ഇന്ന് രാത്രി നിങ്ങളോടായി വചനം. ദൈവത്തെ ഭയപ്പെടാം, പാസ്റ്ററെ ഭയപ്പെടണം. നിന്നെ വീണ്ടെടുത്ത ദൈവത്തെ, പാപത്തിന്റെ പിടിയിൽ കിടന്ന നിന്നെ, അന്ധകാരത്തിൽ കിടന്ന നിന്നെ, കൂരിരുട്ടിൽ കിടന്ന നിന്നെ വിടുവിച്ച ദൈവം സർവശക്തനാ. അവനാ നിത്യജീവൻ നമ്മെ അവകാശമാക്കി അഭിഷേകം തന്ന്, അഭിഷേകത്തിന്റെ ദീപം എന്റെ മേൽ കത്തിച്ച ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൽ പോയാൽ നിന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കും. നിന്റെ തലമുറയിലുള്ള നിന്റെ ആഗ്രഹം സന്തോഷമുണ്ടോ? ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. പ്രാർത്ഥനയോടെ ദൈവസേന ഏറ്റെടുക്കുക. ഭയത്തോടെ ദൈവത്തിന് ഇരിക്കുക. ദൈവത്തെ ഭയപ്പെടാൻ തിരുമേശ വരുമ്പോ ഭയത്തോടെ വേണം തിരുമേശ. സ്വോത്രം. അത് പാസ്റ്ററും വിശ്വാസികളുടെ ഒരുപോലെ, അല്ലാതെ പാസ്റ്റർക്ക് പ്രത്യേകതയൊന്നും. സ്വോത്രം. സ്വോത്രം. ഒരു പ്രത്യേകത ദൈവത്തിന് മുഖമെറ്റമില്ല. ഒരുപോലെ ദൈവം അല്ലേ? സന്തോഷമുണ്ടോ? അപ്പൊ നമ്മൾ വായിച്ച 147 സങ്കീർത്തനം 19 വാക്യം തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവരുടെ നിലവിളി കേട്ട് ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും. വിശ്വാസമുണ്ടോ? ദൈവം സാധിപ്പിക്കും. എന്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. ഞാൻ ഭക്തനാണ്. പാപം ചെയ്ത് പാപത്തിന് കൂട്ടുക, അനീതിക്ക് കൂട്ടുക, അനീതി ചെയ്തവനെ അവൻ സപ്പോർട്ട് ചെയ്ത്. സ്വോത്രം. അടുത്തൊരു വിഷയമാണ്. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം പെർഫെക്റ്റാണ്. സ്വോത്രം. അനീതി ചെയ്തവനെ കൂട്ടു നിൽക്കുക, അവനെ പൊക്കിക്കൊണ്ടു പോകാൻ പാപത്തിന്റെ പിടി പോവുകയാണ്. ദൈവത്തെ ദൈവത്തെ ഉയർത്തി, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ഉയർത്തി, ദൈവഭക്തന്മാർ ദൈവത്തിന് മുൻപോട്ട് പോയാൽ എന്റെ ആഗ്രഹത്തെ കാണുന്ന ഒരു ദൈവം, എന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, എന്റെ രോഗത്തിന്റെ നടുവിൽ, എന്റെ ഭാരത്തിന്റെ നടുവിൽ, എന്റെ വേദനയുടെ നടുവിൽ എന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം, എന്നെ വിടുവിക്കുന്ന ഒരു ദൈവം, എന്റെ ഭാരങ്ങളുടെ നടുവിൽ എന്നെ ശക്തീകരിക്കുന്ന ദൈവം. ആ ദൈവമാണ് രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നത്. ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ നടുവിൽ. ആ ദൈവത്തിന്റെ ആമേൻ. 66 സങ്കീർത്തനം ആമേൻ 18 20 വായിക്കാം. Psalm 66 verse 18 to 20. ആമേൻ. കേട്ടോ? ഞാൻ എന്റെ ഹൃദയത്തിൽ അകത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കില്ല. എന്നാൽ ദൈവം കേട്ടിരിക്കും. എന്റെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചിരിക്കും. എന്റെ പ്രാർത്ഥന തള്ളിക്കളയാം. തന്റെ ദയയെങ്കിൽ നിന്ന് എടുത്തു കളയാതെ ഇരിക്കുന്ന ദൈവം ഹൃദയത്തിൽ അകത്തം കരുതിയാൽ
കർത്താവ് കേൾക്കട്ടെ. ഹൃദയത്തിൽ അകത്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് വിടുതൽ നടക്കണം. നിന്റെ തലമുറയുള്ള വിഷയത്തിൽ വിടുതൽ നടക്കണം. നിന്റെ തലമുറയുള്ള ബന്ധത്തിൽ വിഷയത്തിൽ ദൈവം വിടുതലയക്കണം. ഹൃദയത്തിൽ അകത്യമുണ്ടെങ്കിൽ അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസഭയിൽ പ്രാർത്ഥിക്കുക. രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക, ചുമ്മാതിരുന്നോണ്ട് പറയുന്ന വാക്ക്, ചുമ്മാതിരുന്നോണ്ട് പറയുന്ന വാക്ക് ദൈവസഭയിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സം. സന്തോഷമുണ്ടോ? ദൈവത്തെ സ്തുതിക്കുന്ന എന്റെ ഹൃദയത്തിൽ, ഞാൻ എന്റെ ഹൃദയത്തിൽ അകത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കില്ല. കർത്താവ് കേട്ടിരിക്കും. എന്റെ പ്രാർത്ഥന അകൃത്യമില്ല, ഹൃദയത്തിൽ അകൃത്യമില്ല. നമ്മുടെ അകൃത്യത്തെ ആര് മോചിപ്പിച്ചു? കർത്താവ് മോചിപ്പിച്ചു. ആ കർത്താവിന് സന്നിധി അകൃത്യം ചെയ്യാതെ, പാപം ചെയ്യാതെ, പാപത്തിന്റെ വാക്കുകൾ പറയാം, പാപത്തിന് കൂട്ടു നിൽക്കാം. ഈ രാത്രി ഇന്ന് ദൈവത്തിന് ഇങ്ങോട്ട് പോയാൽ എന്റെ പ്രാർത്ഥനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന ദൈവം സ്തോത്രം ചെയ്യും. സ്തോത്രം ചെയ്യുക. ദൈവവചനം നമ്മുടെ ജീവിതത്തിനിടെയാണ്. വചനം ഏറ്റെടുക്കുക. രാത്രി വചനത്തിനും നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ഒരു നിമിഷം കണ്ണടയില്ല. കേട്ട വചനത്തിനും നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അവയെന്നും ദൈവ ഭക്തനായി അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് നാം അറിയും.